ഈ ദേശീയോത്സവത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതം നിങ്ങളുടെ കുടുംബത്തിൽ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ. പതന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. പ്രിയമുള്ളവരെ, കാണം വിറ്റും ഓണമുണ്ണണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതേപടി ഇത് നിവർത്തിതമാക്കുന്ന കുടുംബനാഥന്മാരും നാഥന്മാരുമുണ്ട്. അല്പസമയത്തേക്കുള്ള അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കുള്ള സന്തോഷത്തിനായി പലതും വിറ്റുപീർക്കുന്നു. തന്നെയും വിറ്റുമുടിക്കുന്നവരുണ്ട്. ഇത് ശരിയാണോ? പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന ചൊല്ലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇല്ലാത്തവ മറ്റുള്ളവരുടെ മുൻപിൽ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വിഭ്രാന്തിയിൽ ഇന്ന് യുവതലമുറ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇരുന്നിട്ട് വേണ്ടേ കാല് നീട്ടാൻ എന്ന് പൂർവികർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇരിക്കുന്നതിന് മുൻപേ കാല് നീട്ടിയാൽ ഇട്ടപ്പൊത്തോന്ന് നിലത്തേക്ക് വീഴും. അപ്പോൾ കണ്ടു നിൽക്കുന്നവർ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞതാ സ്ഥലം മറന്ന് എണ്ണ തേക്കരുത് എന്ന്. ഇനിയെങ്കിലും എൻ്റെ മക്കൾ പഠിക്ക്. വരവറിഞ്ഞ് ചിലവ് ചെയ്യാൻ യുവതലമുറയ്ക്ക് അറിയില്ല. പരിണിത ഫലമോ ദേണ്ട കിടക്കുന്നു. ലോണ്, കുറി ഇതൊന്നും അടച്ചു തീർക്കാൻ കഴിയാതെ വീടും പറമ്പും ജപ്തിയിൽ. അവസാനം കടിച്ചതുമില്ല പിടിച്ചതുമില്ല. ലോണടയ്ക്കാതെ നീട്ടി വെച്ച് അവസാനം താലി കൂടെ പറിച്ച് കൊണ്ടേ വെച്ച് മക്കളെ പഠിപ്പിക്കും. പഠനം കഴിയുമ്പോൾ പാലം കടക്കും വരെ നാരായണ നാരായണ എന്ന രീതിയിലാകും. അതുവരെ വലിയ ഭക്തൻ കുടുംബവും മാതാപിതാക്കളും ഒക്കെ അവരുടെ ദൈവമായിട്ട് അവർ കണക്കാക്കും. പാലം കടന്നു കഴിഞ്ഞാലുണ്ടല്ലോ കൂരായണ എന്നാകും ചൊല്ല്. ആര്, ഏത്, എന്ത്, ഞാനിതൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. കുടുംബം കുട്ടിച്ചോറ് ആക്കിയേ തീരൂ. മക്കൾക്ക് മാതാപിതാക്കൾ അന്യരായി, അവരായി അവരുടെ പാടായി. നമുക്കിനിയെങ്കിലും ഒരു ജീവിതം വേണ്ടേ? കാർന്നോരിതൊക്കെ നേരത്തെ ഓർക്കേണ്ടതല്ലായിരുന്നോ? കുടുംബത്തിലെ കാർന്നോന്മാരുടെ ബുദ്ധിമുട്ടുകൾ സൂചിപ്പിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ ഏതപ്പ കോതമംഗലം എന്ന ഒരു നിപ്പ. അതുകൊണ്ട് ഈ ഓണാവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു വാക്ക്, നമ്മെ സൃഷ്ടിച്ചവനായ പൊന്നു തമ്പുരാൻ ഒരു പ്ലാൻ നമ്മെക്കുറിച്ച് വരച്ചു വച്ചിട്ടുണ്ട്. അത് നമ്മിൽ ദൈവേഷ്ടം പോലെ നിറവേറ്റപ്പെടാൻ നാം അവന് നമ്മെ സമർപ്പിക്കണം. ഏതൊരവസ്ഥയിലും നമ്മെ പിരിയാതെ നിൽക്കുന്ന ഒരു നല്ല സ്നേഹിതൻ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ പരിത്യജിച്ചാലും ഒരിക്കലും നിന്നെ പിരിയാതെ, നിന്നെ മറക്കാതെ, നിൻ്റെ കൂടെ നിൽക്കുന്ന, നീ എൻ്റേതാണെന്ന് പറയുന്ന ഒരുവനുണ്ട് എന്ന് മനസ്സിലാക്കുക. അവൻ നിൻ്റെ ഉറ്റ സ്നേഹിതനാണ്. നീ അസ്വസ്ഥനാകണ്ട, എന്നിൽ വിശ്വസിക്കുക എന്ന് കർത്താവ് നിന്നോട് പറയുന്നുണ്ട്. നിൻ്റെ തലമുടി നാരിഴ പൊഴിയുന്നതുവരെ ഞാൻ അറിയുന്നുണ്ട് എന്ന് പലപ്പോഴും അവിടുന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരുവനാണ് അവിടുന്ന്. നീ വേഗം ഓടണ്ട, തിടുക്കം കൂട്ടുകയും വേണ്ട. നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ മുന്നിൽ നടന്നുകൊള്ളും. അവൻ നിൻ്റെ പിൻകാവൽക്കാരനായും പിൻപേയും ഉണ്ടാകും. അവസാനമായി രക്ഷകനായ ദൈവത്തിൽ വിശ്വസിക്കൂ, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. യേശുവിനോട്
ചേർന്ന് നിൽക്കാൻ, അവിടുന്ന് നൽകുന്ന ആശ്വാസം നുകരാൻ നിനക്ക് സാധിക്കണം. അത് മറ്റുള്ളവർക്കായി കൈമാറാനും ദൈവം നിന്നെ ഈ ഭൂമിയിൽ വെച്ച് ഒരുക്കുന്ന സമയത്താണ് നിനക്ക് വിഭ്രാന്തി ഉണ്ടാകുക, നിനക്ക് ദുഃഖമുണ്ടാകുക, നിനക്ക് ഭയമുണ്ടാകുക, മനക്ലേശമുണ്ടാകുക, രോഗിയാകുന്ന അവസ്ഥയാകുക, പരിഭവം, പരാതി, അസൂയ, വെറുപ്പ്, വിദ്വേഷം, ഇതെല്ലാം കൊണ്ട് നീ വീർപ്പ് മുട്ടും. ഇതാ രക്ഷ നിനക്ക് അടുത്തെത്തിയിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. പുറപ്പാട് 14:14 പറയുന്നത് ഓർമ്മ വെച്ചുകൊള്ളുക. മുന്നിൽ ഇരമ്പുന്ന കടൽ, പിന്നിൽ ഇരമ്പിക്കൊണ്ടുവരുന്ന ഈജിപ്തിൻ ജനതയുടെ പട്ടാളം, ഇതിൻ്റെ നടുവിൽ മോസസിൻ്റെ കൂടെയുള്ളവരും. അപ്പോൾ ദൈവം മോസസിനോട് പറഞ്ഞു, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം. അതെ മക്കളെ, നമ്മോട് കൂടെ ദൈവമുണ്ട്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അവൻ മുന്നേ നടക്കും. പിൻകാവൽക്കാരനായി നമ്മുടെ കൂടെയുണ്ടാകും. നമുക്ക് അവിടുത്തെ സ്തുതിക്കാം, അവിടത്തേക്ക് നന്ദി പറയാം. അവിടുന്ന് ഏതവസ്ഥയിലും നമ്മോടൊപ്പമുണ്ടെന്ന് ഉള്ള ധൈര്യം നമുക്കുണ്ടാകണം. അവിടത്തേക്ക് 1000 സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും എപ്പോഴും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.